Hello guys, I'm here the Hey Gamer. അടാ സോറി, എന്ത് പ്രശ്നമാണ്? ഞാൻ ലോഗിൻ ചെയ്തതും ഫ്രീ സ്പിന്ന് കറക്കിയതും അതൊക്കെ റെക്കോർഡിന് പോയി. ഫ്രീ സ്പിൻ കറക്കി ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും കിട്ടാനിട്ട് ഇപ്പോൾ പോയാൽ വലിയ വിഷയമൊന്നുമില്ല. അതായത് നമുക്ക് നോക്കാം. ഞാൻ പിന്നെ 50 കോയിൻ ഒരു മാച്ച് കളിക്കാൻ വിചാരിച്ച് വന്നാണ്. സോറി റെക്കോർഡിങ് പെട്ടെന്നാണ്ട് പോയി. ഞാൻ നോക്കിയപ്പോഴോ അത് ഗാലറിയിലും ഉണ്ടാവില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അടുപ്പിക്കാൻ തരുന്നോളെ. എന്താ പ്രശ്നം ഞാൻ പറഞ്ഞായിരുന്നു ഏതൊക്കെ ബാക്ക് വന്നതും എല്ലാം ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് കളീൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടിയില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പൊയ്സൺ, റൈക്കാർഡ്, ബെർണാഡോണി, കാഫു, ബർബറ്റോ, സ്റ്റോയ്ക്കോവ്. അടാ ഗുഡ് നല്ലൊരു അടി തന്നെയാണ് അടിച്ച്. സ്റ്റോയ്ക്കോവ്, ടോണി ആഡംസ്, നെയ്മർ സ്റ്റോയ്ക്കോവ്. ഇവിടെ പുള്ളി നെയ്മറെല്ലാം ഉണ്ടാവില്ല, നെയ്മറിന് വിളിച്ച് ശീലമായി. ആ ബോൾ പോയി. ഇറ്റ്സ് ഫിലിപ്പോ ഇൻസാഗി. റൈക്കാർഡ് പെട്ടെന്ന് കൊടുത്ത. സ്റ്റോയ്ക്കോവ്, ടോണി ആഡംസ്. വല്ലാത്ത ത്രൂ ആയിപ്പോയി. ത്രൂ എന്ന് പറയുമ്പോൾ അത്രക്ക് മുന്നോട്ട് വേണ്ടില്ലേനു. സ്റ്റോയ്ക്കോ, ബെർണാഡോണി, റൈക്കാർഡ്, കഫു ഒരു പിൻ പോയിന്റ് ക്രോസിങ് കൊടുക്കാം. ക്രോസിങ് കൊടുത്തിട്ട് കുറേ കാലമായി. അടിപൊളി. നമ്മുടെ കീപ്പർ ഓഫറാണ്, എങ്ങനെ കയറിയ നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടണം. നെയ്മർ മാത്രമല്ല വേണ്ട പോസ്റ്റ് ഗോളടിച്ചുള്ളൂ. ഫ്രീ കിക്ക് ഇത് ഞാനും കൂടി അതിൽ പെടണം. അതായത് നമുക്ക് കഫു, റൈക്കാർഡ്, ഇറ്റ്സ് കഫു എന്ന് പറയാൻ പറ്റുമോ? എഡൻ ഹസാർഡ്, വാൻ ബൂട്ടൺ. അത് മതി. അല്ല ഇപ്പം അവിടെ ഗോളായിരുന്നു. റെഡിനുള്ളതൊന്നും ഇല്ല കേട്ടോ. അവിടെ ഗോളാവാതെക്കാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. വെട്ടിയതല്ല, ഓഫ് സൈഡാണ്. ഭാഗ്യം, ഞാൻ ചോദിച്ചാൽ അവിടെ വെട്ടിയതാണ്. വാൻ ബൂട്ട് വന്ന് നെയ്മറിനിട്ട് വെട്ടി. അവിടെ 3 പോയിന്റ്സ് ആക്കി ഗോളാക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒറ്റ വെട്ടേണ്ടി വെട്ടി. ഇപ്പം എനിക്കറിയോ അവിടെ ഇൻസാഗിനെ വെട്ടിയതല്ല. ഇൻസാഗി ഓഫ് സൈഡിൽ നിന്ന് ഞാൻ വിചാരിച്ച് വാൻ ബൂട്ട് നെയ്മറിനെ വെട്ടിയതാണ് ഫൗളെന്ന്. എന്ത് ചെയ്യാൻ, എൻ്റെ ഇപ്പം കൊണാമി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചില അവസരങ്ങളിൽ ലക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇക്കളി പൊട്ടാനുള്ള വൻ സാധ്യതയുണ്ട് എനിക്ക്. കഫു ടു ഡൊനാഡോണി, സാവിയോള, കാൻറ്റോണ, സ്റ്റോയ്ക്കോവെ. ഓട് അർണോൾഡാണ് നമുക്കുള്ളൂ. ബാട ബാക്ക് വലിക്കണ്ടേ. കപില നെയ്മറിന് വാൻ ബൂട്ടൻ, ഡൊനാഡോണി, ഇറ്റ്സ് ബെർബറ്റോ പെട്ടെന്ന് അടി. കോർണർ എഡ്മിൽസൺ അത്രക്ക് പ്രഷർ ചെയ്ത് ഈ എഡ്മിൽസൺ ആയിരുന്നു. അതുകൊണ്ട് മാത്രം ബെർബറ്റോ അവൻ്റെ കാൽമൊക്കെ അടിച്ച്. ഇടവനാരും
സ്റ്റേക്കോണ്ടല്ലോ പിന്നെ എന്തൊക്കെ മോശാട്ടോ. സ്റ്റേക്കോണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ക്യാൻറ്റോണിനെ കൊണ്ട് എടുത്തിരുന്നത് ഈ സൈഡിനൊക്കെ ആൻഡ് കുത്തിടാ വാട ഗുഡ്. ഈ കോർണറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കോർണർ ക്യാൻറ്റോൺ അല്ല വാൻബൂട്ടൺ കിട്ടുമ്പോൾ ഈ കോർണർ നേരത്തെ വാൻബൂട്ടൺ കിട്ടും എന്നുള്ളവരെ ഉറപ്പിക്കുന്നു. നമുക്ക് വിശ്വാസത്തിലേക്ക് കണ്ടു കിട്ടോ. വാൻബൂട്ടൺ ബാങ്കൊക്കെ ഇറങ്ങി പോവല്ലേ. മിക്കവാറും വാൻബൂട്ടൺ കൊളാക്കി ക്യാൻറ്റോൺ ഫേക്ക് ഇട്ടിട്ട് അടാ ഇതാണ് ത്രൂ എടുത്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വാൻബൂട്ടൺ സാവിയ നെക്സ്റ്റ് കോർണർ ഇതാണ്. ഇല്ലെങ്കിൽ നേരക്കൊന്ന് കുത്തണം കേട്ടാ. വാൻബൂട്ട ഓൻ ബാക്ക് കാണ്ട് ഇറങ്ങിയേക്കും. ഞാൻ എന്ത് ചെയ്യാനാ സ്റ്റേക്കോ സെക്കൻഡ് ആലൊക്കെ ഉണ്ടോ. എന്തൊരു ഇതാണിത് ഇടുക്കത്തൊരിത്. ഇതായി കീപ്പറിൻ്റെ കൈക്കൊക്കെ കിട്ടുന്നു. ഇല്ല വാൻബൂട്ട കുത്തി അടാ ഗുഡ് വൻ ഗുഡ് പൊളി. ഏത് മൂട് ജസ്റ്റ് മിസ് ബുള്ളറ്റ് ഹെഡർ സാധനമാണ്. പുറത്തൊക്കെ കുത്തിപ്പോയി. കുഴപ്പമില്ല എന്തായാലും ഫസ്റ്റ് ഹാഫായി അടിച്ചുവിട്ടു. ഹാഫ് ടൈം എനിക്ക് കിട്ടിയാൽ ആവില്ല. ആഹാ ഇപ്പായി. അതായത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. സെക്കൻഡ് ഹാഫിൽ നോക്കാട് അടിച്ച് കാരണം വെച്ചാൽ ഹിസ് എവേ മാച്ച് പറ്റോ പാടാ ഗുഡ്. എഡ്മിൽസനെ ഡ്രിബിൾ ചെയ്തേനോ. എഡ്മിൽസിൻ്റെ അടുത്ത് തന്നെ പിന്നെയും പോയി. ടോണി ആഡംസ് അവിടെ ഒന്നും വെച്ച് കളിക്കല്ലേ. വാൻബൂട്ടൺ ടോണി ആഡംസ് പെട്ടെന്ന് കൊടുക്കും. ബെർബറ്റോ ക്യാൻറ്റോണ കൊടുക്കടാ. ഈ ക്യാൻറ്റോണ കൊളാക്കി. ക്യാൻറ്റോണ പാസ് കൊടുത്തില്ല. ചൊറ വാൻബൂട്ടൺ സ്റ്റേക്കോവ്. ഈ ഇവൻ്റെ എഡ്മിൽസനാണ് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. എഡ്മിൽസൺ നോക്കിയാൽ പിന്നെ പെട്ട് ഗുഡ് പാസ്. സാവിയോളോട് കിട്ടി. സാവിയോളക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് ഉറപ്പേനോ. അമ്മാതിരി സാധനം അതിനു സാവിയോളക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഇന്ന് വാടാ കവിത നെക്കള് പോയിനോ. സ്റ്റേക്കോവ് ബെർബറ്റോ ഇത് കാര്യമില്ല കേട്ടോ. എന്നാടാ നീ വാടാ ഗുഡ് ബാർമലടാ. ഇതെന്തൊക്കെ ഇത്രക്കും ലക്കില്ലാതെന്ന്. കീപ്പറുടെ കൈക്കൊക്കെ ക്രോസും അങ്ങനെ തന്നെയാണ്. ഇന്ന് 2 ക്രോസ് കൊടുത്തു. 2ഉം കീപ്പറുടെ കൈക്കാക്കാ. ഒന്ന് കഫു മറ്റേത് ടോണി ആഡംസ്. അടാ പെട്ടിത് ഗോളും മൂഞ്ചെന്നുള്ള ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാടോ. ഞാൻ എത്ര അടിയാണ് ഓരോ പോസ്റ്റ് കടിച്ചത്. മൊത്തം ബാർമ തട്ടി പോയിക്കണേ. എന്ത് ചൊറയടാ. ഞാൻ അറിയാതെ പറഞ്ഞതാണ് കൊണാമി എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. കൊണാമി ഒലക്കണ്ട്. ഞാൻ പറഞ്ഞ ഇടക്കിടക്കൊക്കെ എൻ്റെ ഒപ്പം കൊണാമി ഉണ്ടാകുന്നു. ഇപ്പം ഇടക്കിടക്കും ഇല്ല ഉള്ള സമയം മൊത്തം എൻ്റെ ഒപ്പം. എന്ത് ചൊറയടാ. ഒരു ഗോൾ അടിക്കാൻ പറ്റണമെങ്കിൽ അടിച്ച മൊത്തം ബാർമലോ കീപ്പറിൻ്റെ കൈക്കൊക്കെ കറക്റ്റ് പോകും. എന്ത് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ നെയ്മറെ കുത്താറില്ല. പിന്നല്ലേ കുത്തേണ്ട ഇവളൊക്കെ എന്തായാലും കൊണാമി എനിക്കെതിരെ ഉറപ്പായിക്കണം. ടോണി ആഡംസ് ബെർണാഡോണി സാവിയോള ബെർബറ്റോ എഡ്മിൽസൻ്റെ എന്ത് ചൊറാണ് ഈ എഡ്മിൽസനെ കൊണ്ട്. ഈ എഡ്മിൽസനാണ് മെയിൻ ഭ്രാന്ത് വരുമ്പോൾ. എടാ എഡ്മിൽസൺ ഉള്ളത് നമ്മൾ അറിയണില്ല. ഓൻ്റെ അടുത്തേക്കാണ് ബോൾ ആരെങ്കിലുമൊക്കെ ഇട്ടാൽ കണ്ട് ഇതാക്കണ കാണാം. നമുക്ക് നോക്കാം. ഇറ്റ്സ് ഇൻസാഗി ഹുയ്സൺ കഫു ബെർണാഡോണി ക്യാൻറ്റോണ ബെർബറ്റോ സാവിയോള ഫിനിഷ് എടാ. അത് കണ്ട കീപ്പർ കൈക്ക് അതെനിക്കിഷ്ടമായി. ശരിക്കും അവിടുന്ന് ഒരു ഗോളി ഫിനിഷ് ചെയ്തിങ്ങനെ 1.5 ഗോള് തന്നെ ഫിനിഷ് ചെയ്തു. ഞാൻ വിചാരിച്ചാൽ അവിടുത്തെ കാരട നോക്കിച്ച് സാവിയോള അടിക്കുന്നത് കീപ്പറിൻ്റെ കൈക്കൊക്കെ.
എന്ത് ചൊറയാണിത്. നമുക്കൊന്നും ഭാഗ്യമില്ല. നമുക്കൊന്നും ഭാഗ്യമില്ല. നമുക്കെതിരാണല്ലോ. ഇൻസാക്കി കണ്ട മുണുങ്ങിതണ്ടാ. ഞാൻ നിർത്തുകയാണ്. എന്ത് ചൊറയാണ് ഗായ്സ്. എല്ലാം എനിക്കെതിരെ ഗോളാസോ സെലിബ്രേഷനും കുഴപ്പമില്ല. എനിക്കെതിരെയുള്ള ഇതൊക്കെ വരുള്ളൂ. ഒരു ഗോൾ എങ്ങനെയെങ്കിലും ഇടണം. പക്ഷെ ആകെ 2 മിനിറ്റാണുള്ളൂ ചൊറ സാധനം. അവിടെ അടിച്ചുവിട്ടിട്ട് പോണില്ലല്ലോ ചൊറ. ചൊറയാണ് എല്ലാം എനിക്കെതിരെ കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാണ്ട് കുറേ സമയം ഗോളടിക്കണം എന്നുണ്ടെക്ക് കഴിയൂല. വൈ ഓൾവേസ് മീ കൊണാമി. നമുക്കെന്ത് ഓൻ വന്നിട്ട് കാണാം. പക്ഷെ ഓൻ വന്നിട്ടാ സബർക്കേണ്ടാണ് വന്നിട്ട്. ഉറപ്പല്ലേ സബർക്കുന്നു. ആകെ 2 മിനിറ്റാണ്. ആ 2 മിനിറ്റിൽ ഞാൻ ഉണ്ടാക്കാം. കാന്റോണോട് അങ്ങനൊന്നും മൂടല്ല. സേവിയോളം കാന്റോണ ബെർബറ്റോ ഫിനിഷ് ഗോളാവണം. കുഴപ്പമില്ല. നിനക്ക് കളിക്കണം പ്ലീസ്. സ്റ്റേക്കോവേ ഇന്ന് വാൻബിട്ടർ കുത്താൻ പറ്റിയ വിധത്തിൽ ഇട്ട് കൊടുക്കുക. സ്റ്റേക്കോവേ എന്നെ കൊണ്ട് വല്ലതും കഴിയുള്ളൂ. നേർക്കൊരു കോർണർ. നേർക്ക് ഇട്ടെടുത്തിക്കണം. ഇനി വാൻബിട്ടൻ കുത്തിയാൽ മതി. വാൻബിട്ടൻ ഉണ്ടാക്കി ഡൊണാഡോണി അവിടെ ഒന്ന് പാസ് കൊടുത്തിട്ട് എന്താ എന്ത് ചെയ്തിട്ടാ. എത്ര അടി അടിച്ചിക്കണെന്ന് പറയാം ഞാൻ. 1 ഗോളായി. ആ അടുത്തുനിന്നുള്ള സാവിയോളിൻ്റെ അടി കണ്ടില്ലേ, അതുവരെ തട്ടി. പിന്നെ ഭാഗ്യത്തിന് സ്റ്റോയ്ക്കോവിന് കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അതൊക്കെ ഞാൻ ഫ്രീ സ്പിന്നൊക്കെ കറക്കിട്ടോ. ഇന്ന് വന്നല്ലേ ലൂയിസ് ഫിഗോ, കൊല്ലർ, നക്കെ ആണ്. റോയ് മാക്ക എഡ്ജർ ക്രോസിങ് മാഗ്ന ഡിഫീറ്റുമാണ് ലൂയിസ് ഫിഗോ. ബുള്ളറ്റ് ഹെഡറും വിൽ പവറും കൊല്ലർ. ഫിനോമിനൽ ഫിനിഷിങ് ആണ് ബുള്ളറ്റ് ഹെഡർ മാക്കായി. പിന്നെ ദഹരി ഒന്നുമുണ്ട്. ദഹരി ഇതിന് ഫുൾ നെയിം മുക്തർ ദഹരി. ഒന്നാണ് ഗോൾ പാച്ചർപാട് ഫിനോമിനൽ ഫിനിഷിങ് പ്ലസ് ബുള്ളറ്റ് ഹെഡർ. കുത്തിയ ഗോൾ ഉറപ്പാണ്. പിന്നെ അങ്ങനെ ആയിട്ട് വേറൊന്നും വന്നിട്ടില്ല കേട്ടോ. മാച്ച് കൊണ്ടിരിക്കാൻ ശരിയാവില്ല. എന്തായാലും ഇന്നത്തെ ഒരു